നമ്മളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ് അല്ലേ? നമ്മളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? വിജയത്തിലേക്കുള്ള താക്കോൽ എന്താണ്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു സവോള ഒണിയൻ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ ഈ സവോളയായിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു. നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ ഒരു സ്ഥലത്ത് വെച്ചെന്ന് വിചാരിക്കുക. നമ്മളത് അവിടെ നിന്ന് എടുക്കാനും വിട്ടുപോയി. 2-3 ദിവസം കഴിയുമ്പം നമ്മൾ ഒരു ദുർഗന്ധം നമ്മുടെ റൂമിനകത്ത് വരും, സ്വാഭാവികമായിട്ടും അല്ലേ? ഈ സവോള അഴുകി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ദുർഗന്ധം വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് തപ്പും, ഇതെവിടെയാണ് എൻ്റെ റൂമിനകത്ത് ഈ സ്മെല്ല് വരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സാധനത്തിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? മാറ്റിയിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യും, നമ്മൾ റൂം ഫ്രഷറൊക്കെ അടിക്കും, നമ്മുടെ റൂമിനെ മനോഹരമാക്കും അല്ലേ? ഇതുപോലെ തന്നെ അഴുകി ദുർഗന്ധം പിടിച്ച ഒരു മനസ്സ് നമുക്കില്ലേ? അതായത് നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മളെ വേദനിപ്പിച്ച പലരും ഉണ്ടാവും. നമ്മൾ അറിയാത്ത തെറ്റിന് നമ്മളെ പഴിച്ചവരുണ്ടാവും, നമ്മളെ പരിഹസിച്ചവരുണ്ടാവും, നമ്മളെ നിന്ദിച്ചവരുണ്ടാവും, നമ്മളെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടവരുണ്ടാവും അല്ലേ? നമ്മൾ അറിയാത്ത കാര്യത്തിൽ ചിലപ്പം നിന്നിട്ടുണ്ടാവും. നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാനേ പറ്റില്ല അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ധാരാളം സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനുള്ള വ്യക്തികളോട് സാഹചര്യങ്ങളോട് എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കണം. ക്ഷമിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ ക്ഷമിക്കണം. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. നമ്മളെ വേദനിപ്പിച്ചവരോടും നമ്മളെ നിന്ദിച്ചവരോടും നമ്മളെ വിഷമിപ്പിച്ചവരോടും നമ്മളെ പരിഹസിച്ചവരോടും നമ്മൾ എന്ത് ചെയ്യണം? നിരുപാധികം ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. കാരണം ക്ഷമിച്ചില്ലെങ്കിൽ എന്താവും? നമ്മുടെ ഉള്ളിൽ ഇതെന്ത് ചെയ്യും? ഒരു ദുർഗന്ധം പോലൊക്കെ, നമ്മൾ ഈ സവോളയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ദുർഗന്ധം വന്ന് നിറയും. അങ്ങനെ ദുർഗന്ധം വന്ന് നിറയുന്ന മനസ്സിനകത്ത് നമുക്ക് എന്ത് ലഭിക്കില്ല? നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് 100% ഉറപ്പാണ്. കാരണം എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, എന്നെ വേദനിപ്പിച്ചവരോട് എനിക്ക് ഒരു രീതിയിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവർ അടുത്ത് പോയി ക്ഷമ ചോദിക്കണമെന്നല്ല. നമ്മൾ ഇരിക്കുന്ന എവിടെയാണോ ആ വ്യക്തികളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ പൂർണ്ണമായിട്ട് നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കണം. ഫോർഗീവ്നെസ് കൊടുത്താലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. കാരണം ഫോർഗീവ്നെസ് കൊടുത്താലേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഫോർഗീവ്നെസ് കൊടുക്കണം. നമ്മൾ കുറച്ച് സമയത്തേക്കിന് മാത്രമല്ല, നമ്മുടെ ഫോർഗീവ്നെസ് എഫക്റ്റീവ് ആയെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പം നമ്മൾ ഈ വ്യക്തികളെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ പിന്നെ നമ്മൾ ചിന്തിക്കത്തുമില്ല, നമ്മുടെ ഓർമ്മയിലേക്ക് വരത്തുമില്ല. അതാണ് ഫോർഗീവ്നെസ് എഫക്റ്റ് ആയെന്നുള്ളൊരു ട്രിക്ക്, എഫക്റ്റീവായി നമുക്ക് മനസ്സിലാവുന്നത് അല്ല. അല്ലെങ്കിൽ ചിലരുണ്ട്, ഞാൻ അവനോട് ക്ഷമിച്ചു, എന്നിട്ട് അവർക്ക് ഏതെങ്കിലും സക്സസ് ഉണ്ടായെങ്കിൽ പറയും, ഞാൻ അവനോട് ക്ഷമിച്ചു, എന്നിട്ടും അവന് കണ്ടില്ല ഉയർച്ച, അവൻ എന്നോട് തെറ്റ് ചെയ്തത്, എന്നിട്ടും അവൻ എന്ത് ഉയർച്ചയാണ്, ഞാൻ ഇന്നും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ? അപ്പം നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നില്ല. ക്ഷമിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തികളെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും ചിന്തിക്കത്തേയില്ല. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഇവരോട് ക്ഷമിക്കുമ്പം നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ പിന്നെ നമ്മൾ അവരെക്കുറിച്ചും ആ സാഹചര്യത്തെക്കുറിച്ചും മാത്രമേ ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല? ചിന്തിക്കില്ല, അതിനൊരു ശ്രദ്ധ പോലും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തത്. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളാവണം. അല്ല നമ്മളെ വേദനിപ്പിച്ചവരോ അല്ലെങ്കിൽ ആ വേദനിപ്പിച്ച സിറ്റുവേഷനോ സാഹചര്യം ഒന്നും ആയിരിക്കരുത്. മനസ്സിലായോ? നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക.
മനസ്സിലായോ? നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മളിലേക്ക് ഒരു ദൈവികമായ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ മാസ്റ്റർ ആവണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് നിരൂപാധികമായി ക്ഷമിക്കണം. പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില റിലേഷൻഷിപ്പിൻ്റെ കേസിലാണ്. അത് കാർമിക്കൊക്കെ ആണെങ്കിൽ പക്ഷെ ഒന്നും പ്രശ്നമല്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് ചെയ്ത് ഫോർഗീവ് ചെയ്ത് കൊടുത്താൽ എത്ര വേണ്ടാത്ത ബന്ധങ്ങളാണെന്ന് പറഞ്ഞാലും അവർ നമ്മളിൽ നിന്ന് പോയിരിക്കും. അത് വേറെ സെക്ഷനാണ്. നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വേദനിപ്പിച്ചവരോടും വിഷമിപ്പിച്ചവരോടും ആ സിറ്റുവേഷനോടും നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കണം. ക്ഷമിക്കാനുള്ളൊരു മനോഭാവം വേണം. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളാവത്തുള്ളൂ. നമുക്ക് എന്ത് ലക്ഷ്യമാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിപ്പെടാനും പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസ് കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യും, ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ കഴിഞ്ഞും ഉയർന്നൊരു ലക്ഷ്യമാണ് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിന് എന്തുണ്ടാവും? ഒരു ഹയർ ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ? ആ ഒരു ലക്ഷ്യത്തിന് എന്തുണ്ടാവും? ഹയർ ഫ്രീക്വൻസി ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് 10 ലക്ഷം രൂപയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറായിരിക്കാം, ഒരു വീടായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും നമ്മുടെ ഫ്രീക്വൻസിയുള്ള ഒരു ആഗ്രഹം ആയിരിക്കത്തില്ല നമ്മൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിന് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരണം. മനസ്സിലായോ? ആ ഒരു ഒബ്ജക്റ്റ് സ്വന്തമാക്കാനായിട്ട് വേണ്ടിയ ഫ്രീക്വൻസിയിലാണോ ഞാൻ നിൽക്കുന്നത്? നമ്മൾ ആ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? അത് കിട്ടാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് നമ്മുടെ മൈൻഡിൻ്റെ പവർ ആ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തണം. ആ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ വേണ്ട ടൈം അവിടെ കൊടുക്കണം. അവിടെ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട എൻ്റെ മൈൻഡിൻ്റെ പവർ ഹയർ ആക്കാനായിട്ടുള്ള ആ ഒരു സമയം നമ്മളവിടെ കൊടുക്കണം. ആ സമയം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്മാർട്ടായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് തോന്നും. അതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയ ആ ഒരു മൈൻഡ് പവർ, ഇന്നർ വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ മൈൻഡ് പവർ പയ്യെ ഹയർ ആക്കി ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ നേടാൻ തക്ക രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ മൈൻഡ് പവർ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ അലൈൻഡ് ആകുമ്പം നമ്മളൊരു സ്മാർട്ടായിട്ടുള്ള ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷനിലൂടെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ആ ഒരു സാധനത്തെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ലോവർ ഫ്രീക്വൻസി നിന്നിട്ട് എനിക്ക് അത് വേണം എന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെ ഓടാൻ നിന്നാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ഫോർഗീവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമുക്കാകാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മളൊരു ലക്ഷ്യം ഫോക്കസ് ചെയ്തു, ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഫ്രീക്വൻസി ലെവലിലേക്ക് നമ്മൾ ഉയരാൻ നമുക്ക് എന്ത് വേണം? പേഷ്യൻസ് വേണം. മനസ്സിലായോ? അപ്പം വിജയത്തിലേക്കുള്ള താക്കോൽ എന്ന് പറയുന്നത് എന്താണ്? ക്ഷമയാണ്. എല്ലാവർക്കും മനസ്സിലായോ? എന്ത് വേണം? നമുക്ക് ക്ഷമ അനിവാര്യമാണ്.